ഭയങ്കര ഷെഫ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഇഷ്ടമുള്ള എക്സാം എന്താണ്? ഇപ്പം പ്രീ ബോർഡ് തുടങ്ങാം 15 അടുത്ത മാസം 14. മറ്റേ ആ സുരേഷ് ആ സിനിമയ്ക്ക് ജോയിൻ വെച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് ട്രാവൽ. അതെ അതെ. പിന്നെ അത് ഇത് പിന്നെ ഇത്രയും അടുത്താകൊണ്ടാണ് ഞാൻ വന്നത്. അല്ലെങ്കിൽ ഇത്രയും ചിലപ്പോൾ വരാൻ പറ്റില്ല. അടുത്ത എക്സാം നടക്കുന്ന ദിവസം അപ്പോൾ ഞാൻ പറഞ്ഞു അതിനോട് ഞാൻ പരീക്ഷയാണ് നിങ്ങൾ എന്തായാലും നമുക്ക് ചാൻസ് തരും. നിഖിലിന് ഞാൻ വീഡിയോയിൽ കൂടെയാണ് കണ്ടത്. അതായത് ഒരു സുരേഷ് ഗോപി സാറുമായിട്ടുള്ള ഒരു അഭിമുഖം, ഒരു സംസാരം, ഒരു ഫോണിന്റെ ആ ഒരു ഇതും കൂടെ ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. എനിക്ക് വേറൊരാളാണ്, എൻ്റെ കുടുംബത്തിലുള്ള ഒരാളാണ് അയച്ചു തന്നത്. അത് അപ്പോഴാണ് ഞാൻ അറിഞ്ഞതും. അങ്ങനെ ഞാൻ നമ്മുടെ ഡയറക്ടറുടെ അടുത്തും സ്ക്രിപ്റ്റ് റൈറ്ററുടെ അടുത്തും ഈ ഒരു ആവശ്യം, അത് ഇങ്ങനെ ഒരു നമുക്ക് എന്തെങ്കിലും ചാൻസ് ഈ ഭൂമിയിൽ ഉണ്ടോ ഇല്ലയോ എന്താണെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും അവസരം ഉണ്ടെന്നുണ്ടെങ്കിൽ നിഖിലിന് ഒരു ചാൻസ് കൊടുക്കുക, ഉണ്ടെന്നുണ്ടെങ്കിൽ കൊടുക്കാനായിട്ട് ഞാൻ ഡയറക്ടറുടെ അടുത്തും സ്ക്രിപ്റ്റ് റൈറ്ററുടെ അടുത്തും പറയുകയും അവരിന്ന് ഇവിടെ ഷൂട്ടിംഗ് സൈറ്റിലേക്ക് ട്രിവാൻഡ്രത്ത് ആക്കുളത്ത് വെച്ചിട്ടാണ് നമ്മളുടെ പ്രജീവ മൂവീസിന്റെ ആദ്യത്തെ ഫിലിം ഗാങ്സ് ഓഫ് സുകുമാരക്കുറുപ്പ്, അതിന്റെ ഷൂട്ടിംഗ് നടക്കുകയാണ്. ഷൂട്ടിംഗ് പുരോഗമിക്കുകയാണ്. അതിൽ ഒട്ടനവധി ജൂനിയർ ആർട്ടിസ്റ്റുകളും സീനിയർ ആർട്ടിസ്റ്റുകളും എല്ലാവരും ഉണ്ട്. അപ്പൊ ഈ പടത്തിന്റെ ഒരു ഷൂട്ടിങ്ങിന്റെ വേളയിൽ നിഖിലിനെ ഒരു എൻട്രിങ് കൊടുക്കാനായിട്ട് എനിക്ക് സാധിച്ചതിൽ ഞാൻ വളരെ ദൈവത്തോട് നന്ദി പറയുന്നു. കാരണം നിഖിൽ എന്ന് പറയുന്ന +2 വിദ്യാർത്ഥിനി ആ ബൈറ്റ്, ആ വോയിസ് ഞാൻ കേട്ടു. മൊബൈൽ കിട്ടിയിട്ട് പോലും ആ മൊബൈൽ വേണ്ടാന്ന് പറഞ്ഞ് പഠിത്തം കഴിഞ്ഞിട്ട് മതി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു മനസ്സ്, അതിന് വളരെ ഞാൻ നമ്മുടെയൊക്കെ ഈ ഒരു ഏജിലുള്ള കുട്ടികൾ നോർമല് മൊബൈലിന് വേണ്ടി വീട്ടിൽ ബഹളം ഉണ്ടാക്കുന്ന അതേ ഒരു ഏജിൽ അതേ ഏജുള്ള കുട്ടി പറയുകയാണ് എനിക്ക് മൊബൈൽ വേണ്ട, ഇപ്പൊ വേണ്ട, ഐഫോൺ എനിക്ക് ഇപ്പൊ വേണ്ട, എനിക്ക് സ്റ്റഡി കഴിഞ്ഞിട്ട് എക്സാം കഴിഞ്ഞിട്ട് മതി എന്ന് പറയുകയും. അപ്പൊ ആ ഒരു സിറ്റുവേഷനിലൂടെ വരുന്ന ആ ഒരു ഇത് ഫുള്ള് ഉൾക്കൊണ്ടുകൊണ്ട് ആ കുടുംബത്തെയും കൂടെ നോക്കുന്നുണ്ട്. അസുഖമായിട്ട് കിടക്കുന്ന സഹോദരന് അമ്മ അസുഖമായിട്ടാണ്. അപ്പൊ ഞാൻ ഇതിന്റെ കൂട്ടത്തിൽ പറയാൻ ഈ ഒരു നമ്മുടെ പ്രജീവ മൂവീസിന്റെ ചെറിയ ഒരു സഹായം എന്തായാലും നിഖിലിന് ഇന്ന് കൊടുക്കാൻ പോകുന്നുണ്ട്. ഒരു ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട അസുഖത്തിന്റെ അതിലെന്തെങ്കിലും ഉപകരിക്കുമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ സഹായം ഇന്ന് നിഖിലിന് കൊടുക്കുന്നുണ്ട്. ഞാന് എന്താ പറയാ, തീർച്ചയായിട്ടും സാറിനെ ദൈവം അനുഗ്രഹിക്കട്ടെ. ബാക്കിയില്ല, ദൈവം അനുഗ്രഹിക്കട്ടെ സാർ. എല്ലാരും എന്നെ ജനങ്ങളെ എല്ലാവരും എന്നെ ലക്ഷത്തോളം ജനങ്ങൾ എന്നെ ഏറ്റെടുത്തതിനൊക്കെ അവരെയും അവരെ കുടുംബത്തിനെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. സ്നേഹം മാത്രം, എല്ലാവരോടും സ്നേഹം മാത്രം. കാര്യം ഞാനിപ്പോൾ ആലോചിക്കുന്നത് എവിടെ ഇരുന്ന ഞാനാണിപ്പോ എവിടെയാണ്, ആ ഒരു ജേണിയാണ് ഞാൻ ആലോചിക്കുന്നത്. കാരണം അന്ന് ഞാൻ എവിടെയായിരുന്നു, ഇപ്പൊ എവിടെയാണ്. ആ ഒരു ജേണി സത്യം പറഞ്ഞാൽ ഭയങ്കര ടയറിങ് ആയിരുന്നു. കാരണം ഒട്ടും നിസ്സാരമായിരുന്നില്ല. ഇപ്പൊ ദൈവത്തിന് പോലും സഹിച്ചില്ല എന്ന് തോന്നുന്നു. ഞാൻ അത്രയും കിടന്ന് കഷ്ടപ്പെടുന്ന കണ്ടിട്ട് ദൈവം അതിനെനിക്കൊരു കൈത്താങ്ങ് തന്നു. അതിനോട് ഈശ്വരനോടും പിന്നെ സാറിനോടും പിന്നെ എന്നെ ഏറ്റെടുത്ത എല്ലാവരോടും എനിക്ക് നന്ദി മാത്രം. ഒരു ടെൻഷനും ഇല്ല. കാരണം സിനിമ എന്ന് പറയുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്. ഇഷ്ടപ്പെട്ട ഒരു കാര്യം ചെയ്യുന്നതിൽ എനിക്ക് ടെൻഷന്റെ ആവശ്യമില്ല. ഞാൻ എന്തായാലും എന്നെ കൊണ്ട് ഒക്കുന്ന രീതിയിൽ, ഞാൻ വലിയ ഇത് പറയുന്നില്ല, എന്നെ കൊണ്ട് ഒക്കുന്ന രീതിയിൽ ഞാൻ മാക്സിമം ചെയ്യും. ഇത് സൂര്യ എന്റെ ഫസ്റ്റ് ഫിലിമിൽ എൻ്ററായ ആളാണ്. രണ്ടാമത്തെ ഫിലിമിൽ നല്ല ഒരു വേഷം ചെയ്യുകയാണ്. ഇപ്പൊ ഈ പ്രജീവ മൂവീസിന്റെ ഗാങ്സ് ഓഫ് സുകുമാരക്കുറുപ്പില് അത്യാവശ്യം നല്ലൊരു ക്യാരക്ടർ റോള് ചെയ്ത് വരികയാണ് ഇപ്പൊ. അതായത് ആദ്യമായിട്ട് ഇറങ്ങിയത് നമ്മുടെ ഇതിലായിരുന്നല്ലോ, 2 എന്ന് പറയുന്ന ഭൂമിയിലായിരുന്നു. ഒന്നും പറയേണ്ട ആവശ്യമില്ല, ഓൾറെഡി സാർ പറഞ്ഞു. വീഡിയോസ് എല്ലാം കാണുന്നുണ്ട്. ആൻഡ് എന്താ പറയാ, സംഭവം വെച്ചാൽ മോർ ദൻ ഹാപ്പിനെസ്, നമ്മളെ ഈ ഒരു ഏജിൽ ഇത്രയും അകന്ന് ചിന്തിക്കുന്ന ആൾക്കാർ വളരെ കുറവാണ്. ആൻഡ് പിന്നെ വീഡിയോസ് കണ്ടിട്ട് മോർ ദൻ എല്ലാവരും പറഞ്ഞാണ് മോട്ടിവേഷൻ. എല്ലാവരും മോട്ടിവേറ്റ് ആയി, ഓക്കെ ഈ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യണം, അല്ലാതെ ലൈക്ക് കുറ്റത്തം
ഇതൊക്കെ വിട്ടിട്ട് ലൈക്ക് അതൊന്ന് ചിന്തിക്കുമല്ലോ ഒരു ഏജ് ആകുമ്പോൾ മൊബൈൽ ഫോണിൻ്റെ ആണെങ്കിലും ഇപ്പോഴത്തെ ഉള്ള കിഡ്സ് എന്ന് പറഞ്ഞാൽ ഒരു ദിവസം പോലും ഫോണില്ലാതെ പോകില്ല. അല്ല അതിലെ ഞാൻ കണ്ടപ്പോഴേ നമുക്കൊരു വല്ലാത്തൊരു ഇതുണ്ടായി. കാരണം മൊബൈല് ഐഫോൺ ഓഫർ കൊടുത്തിട്ട് പറയുകയാണ് എനിക്ക് ഐഫോൺ ഇപ്പൊ വേണ്ട, എൻ്റെ എക്സാം കഴിഞ്ഞിട്ട് മതി എന്ന് പറയാനുള്ള ആ ഒരു മെച്യൂരിറ്റി. അതായത് കുടുംബം ഈ ഒരു ഏജിൽ ആ കുടുംബത്തെ എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ള ഈ ഒരു ഏജിലെ ആള് മാനസികമായിട്ട് തയ്യാറെടുത്തു എന്നുള്ളതാണ്. ഞാനതിൽ വളരെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു മോനെ. നല്ല അപ്രീഷിയേറ്റ്. ഞാൻ ഒരു കൊല്ലമൊക്കെ ഫോണില്ലാതിരുന്നിട്ടുണ്ട്. ഒരു കൊല്ലം ഞാൻ ഫോണില്ലാതിരുന്നിട്ടുണ്ട്. അത് പിന്നെ എനിക്ക് ആദ്യം എത്തി അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നെങ്കിലും പിന്നെ എനിക്ക് യൂസ്ഡ് ആയി. അപ്പൊ പിന്നെ അതുകൊണ്ട് തന്നെ ഇപ്പൊ എനിക്കൊരു ഫോൺ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ശരിക്കും വേണം, കാരണം എന്ന് വെച്ചാൽ എനിക്ക് എൻ്റെതായിട്ടുള്ള കാര്യങ്ങളുണ്ട്, എനിക്ക് ആവശ്യമുണ്ട്. പക്ഷെ ഇപ്പൊ വേണ്ട, കാരണം ഇപ്പൊ എനിക്ക് എക്സാം ആണ്. അത് എനിക്ക് ഡിസ്ട്രാക്ഷൻ ആയാൽ പിന്നെ പരീക്ഷയ്ക്ക് എനിക്ക് മാർക്കില്ലെങ്കിൽ എനിക്ക് നല്ലൊരു, ഇപ്പൊ ഷെഫ്റ്റുള്ള സാറ് പറഞ്ഞ പോലെ പുള്ളി എനിക്ക് ഡയറക്റ്റ് പ്ലേസ്മെന്റ് തരാമെന്നാണ് പറഞ്ഞത്. ഒരു പുള്ളിയുടെ തന്നെ കമ്പനിയിൽ എനിക്ക് ഡയറക്റ്റ് ഹോസ്പിറ്റാലിറ്റി ഡയറക്റ്റ് പ്ലേസ്മെന്റ് തരണം. അപ്പം ഞാൻ പുള്ളിക്ക് കൊടുത്ത വാക്ക് ഞാൻ പാലിച്ചു തന്നെ പറ്റും. അപ്പൊ അദ്ദേഹത്തിന് ഞാൻ കൊടുത്ത വാക്ക് പാലിക്കാതെ അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യാതിരുന്നാൽ പിന്നെ എനിക്കൊരു വിലയില്ലാണ്ടായിപ്പോകും. സോ അതുകൊണ്ട് തീർച്ചയായിട്ടും എനിക്ക് മാർക്കും മേടിക്കണം. ഇവരെ എനിക്ക് ആദ്യം ഒന്ന് സെറ്റ് ചെയ്യണം, ഇവരെ രണ്ടുപേരെയും, അമ്മയെ അനിയനെ ഒന്ന് സെറ്റ് ചെയ്യണം. അത് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ കാര്യം അത് എനിക്ക് നല്ലൊരു രീതിയിലേക്ക് പോയത്. അതെ, കൂടുതൽ അവസരങ്ങൾ വരുമ്പോഴത്തേനും എന്തായാലും ഈ ഫിലിം കഴിയുമ്പോൾ അവസരങ്ങൾ വരും. അല്ല, സിനിമ എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളൊരു കാര്യം. എനിക്ക് ഷെഫ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ഫീൽഡാണ് സിനിമ. കാര്യം സിനിമ എന്ന് പറഞ്ഞാൽ കൊച്ചിലേ തൊട്ടേ ലാലേട്ടന്റെ സിനിമകൾ കണ്ട് സിനിമയോട് വല്ലാത്തൊരു ഇഷ്ടമാണ്. ലാലേട്ടനോടും സിനിമയോടും രണ്ടും എനിക്കൊരു ഫേവററ്റ് ആണ്. എൻ്റെ രണ്ടുപേരും, സിനിമയും ലാലേട്ടനും, ഇവരെ രണ്ടും എനിക്ക് ഫേവററ്റ്. അതുകൊണ്ട് രണ്ടും എനിക്ക് സാധിച്ചു. അതുകൊണ്ട് ഒരുപാട് നന്ദി മാത്രം എല്ലാവരും. എന്തായാലും ഈ പുതിയ സിനിമയിൽ അവസരം കിട്ടിയ സ്ഥിതിയിൽ ഒരു പാട്ട് പാടാം. ജസ്റ്റ് ഒരു താങ്ക് യു. പറയാം, കൊടുത്തോളത്. അല്ല സാധിച്ചു സാറാണ് മകൻ്റെ കയ്യിൽ കൊടുത്താൽ മതി. അമ്മ പുറത്തു വരാമോ?
ഇതിലെ അടുത്തോട്ടിരിക്കുക ഡയറക്ടർ ഇതിലെ കുറച്ച് ബാക്ക് കുറച്ച് ബാക്ക് അല്പം പുറകോട്ട് ആ ഗോപീകൃഷ്ണനുണ്ടല്ലോ, ഗോപീകൃഷ്ണനാഥ് ഞാനിപ്പം എന്റെ മോനായിട്ട് അവനെ അഭിനയിച്ചത്. ഗോപീകൃഷ്ണൻ ഒരു പയ്യനെ അറിയില്ലേ? അവനിപ്പം ഗോപീകൃഷ്ണൻ ഒരു പയ്യനുണ്ട്. അവനിപ്പം എന്നോട് പടത്തിൽ അഭിനയിച്ചായിരുന്നു. അവനിപ്പം അഭിനയിക്കുന്നതാണ് കേട്ടോ. നമുക്ക് എല്ലാവർക്കും എടുത്തോ? ഇതൊന്നുമില്ല, ആരും ഫോട്ടോ ഫോട്ടോ അപ്പു അപ്പു അപ്പം ഇങ്ങോട്ടാക്കാവോ? അപ്പം നോക്കിയേ സംഭവം ശകലം ബാക്കി ഇങ്ങോട്ടാക്കാവോ? അപ്പു ഇങ്ങോട്ടാക്കാവോ? ഓക്കെ ഓട്ടെ. ബ്രേക്ക് കുറച്ച് ഒരു അരമണിക്കൂർ ബ്രേക്ക് ഉണ്ടാവും. ഞാനതാണ്